അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് വില്ലേജിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൽ ഞാൻ ജയിക്കും. ഞാനല്ല, നമ്മൾ ടീം 7ലുള്ള 3 പേരും ജയിക്കും. നമ്മൾ 3 പേരും ജൂനിയൻസ് ആവും. ഞാൻ ഒരുപാട് ദിവസം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനിങ് എടുക്കുമായിരുന്നു. മെയ്റ്റ്സുക, തീർച്ചയായിട്ടും നീയും ആശയോടുകൂടെ തന്നെ കോമ്പറ്റീഷനിൽ ഇറങ്ങണമെന്ന് പറയും. മെയ്റ്റ്സുകയ്ക്കാണെങ്കിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ അവരാണെങ്കിൽ കാഷ്വലായിട്ട് സംസാരിച്ച് ദൂരത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഹേമാവരി അവൾ ഓടി വന്ന് ബൊറൂട്ടോയെ വിളിക്കുക. ഹേമാവരിയുടെ ഫേസും അവളുടെ സംസാരവും അത് കേൾക്കുമ്പോൾ തന്നെ ബൊറൂട്ടോയ്ക്ക് എന്തൊക്കെയോ വല്ലാതെ തോന്നും. അവൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഹേമാവരിയുടെ അടുത്തേക്ക് പോകും. കട്ട് ചെയ്ത ജൂനിയർ എക്സാം നടക്കാൻ പോകുന്ന ആ ഒരു വലിയ ബാറ്റിൽ ഗ്രൗണ്ട് കാണിക്കും. ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിൽ ആ ഒരു ഫീൽഡ് മുഴുവനായിട്ടും തകർന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഫണ്ടൊക്കെ ഉപയോഗിച്ച് അത് വളരെ അടിപൊളിയായിട്ട് ലക്ഷറീസ് ആയിട്ട് ഇപ്പോൾ അത് നിർമ്മിച്ചിരിക്കുകയാണ്. സായിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഷിക്കമരു പറയും, നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അതെല്ലാം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഗ്രൗണ്ട് അത് സെറ്റപ്പ് ചെയ്തെടുത്തത്. ഇനിയും എന്തെങ്കിലും തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതുപോലൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത്തവണത്തെ ജൂനിയർ എക്സാമിൽ ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾക്ക് ഈ ക്യാമറകളുടെ സഹായത്താൽ അവരുടെ വീട്ടിലിരുന്നും ഗ്രൗണ്ടിലിരുന്നും ടിവിയിലൂടെ ഈ മാച്ച് കാണാം. ഇവിടേക്ക് ജനങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പ്രോബ്ലം അതുണ്ടാവാൻ പാടില്ല. ഷിക്കമരു ആണെങ്കിൽ കൊനഹമാരു അടുത്തേക്ക് വിളിച്ച്, നീ ആയിരിക്കും ഈ ഒരു ബാറ്റിലിന്റെ റഫറി എന്ന് പറയും. അതിനവനും ഓക്കെ പറഞ്ഞ് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ ഹേമാവരിയെയും ബൊറൂട്ടോയും കാണിക്കും. ഹേമാവരി അവളാണെങ്കിൽ ഒരുപാട് പേടിയോടും ടെൻഷനോടും കൂടെ ഇപ്പോൾ ബൊറൂട്ടോട് ഒരു കാര്യം പറയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും വില്ലേജിന്റെ ആ ഹിഡൻ ബേസിൽ ട്രെയിനിങ് എടുക്കുമായിരുന്നു. ആ സമയത്ത് ഗ്രാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പേരെ ന്യൂഷ്വലായിട്ട് അവിടെ കാണാനിടയായി. എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് അതാരാണെന്ന് അറിയണം. അതിന് ബൊറൂട്ടോ പറയും, അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, മത്സരം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. ഞാൻ അതിനുള്ളിൽ അവരാരാണെന്നും എന്താണെന്നും ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ ആളാണെങ്കിൽ റെഡിയായി ആ മാച്ച് കാണാൻ പോവാണ്. അപ്പോഴായിരിക്കും കവാക്കി അവനിപ്പോ നറൂട്ടോയുടെ മുൻപിലേക്ക് വരിക. നറൂട്ടോ ആണെങ്കിൽ ജൂനിയർ എക്സാമിനെ കുറിച്ച് പറയും. അതിനവൻ പറയും, എനിക്കത് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി ഇതിൽ ഒരുപാട് ടെക്നിക്സും ടിപ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നീ വരികയാണെങ്കിൽ നിനക്കത് പുതിയൊരു അനുഭവമായിരിക്കും. മാത്രമല്ല ബൊറൂട്ടോയുടെ ഫ്രണ്ട്സിന്റെ ഫൈറ്റും നിനക്ക് കാണാം. അത് കേട്ട് അവനാണെങ്കിൽ അല്പം നേരം കൺഫ്യൂസ്ഡ് ആയിട്ട് ആലോചിച്ച് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ മാച്ച് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉടനെ കൊനഹമാരു ആണെങ്കിൽ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. പങ്കെടുക്കാനുള്ള 10 പേരുടെയും പേര് അത് അനൗൺസ് ചെയ്യും. പക്ഷെ 10 പേരിൽ 8 പേര് മാത്രം അവിടെ എത്തിയിട്ടുള്ളൂ. 2 പേര് അവിടേക്ക് എത്തിയിട്ടില്ല. അത് മറ്റാരുമല്ല, മെയ്റ്റ്സുകയും ബൊറൂട്ടോയും. ദൂരത്തായിട്ട് കവാക്കി അവനും ഇപ്പൊ മാച്ച് കാണാനായിട്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സാറുടെ ആണെങ്കിൽ കൈ ഉയർത്തി ബൊറൂട്ടോയും മെയ്റ്റ്സുകയും അവരെത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറയും. അതിന് കൊനഹമാരു പറയും, മാച്ചിന് അവരുടെ പേര് വിളിക്കുന്ന സമയം അവരിവിടേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആ സമയം അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്ന് പറഞ്ഞ് ഫസ്റ്റ് കാൻഡിഡേറ്റ്സിന്റെ പേര് വിളിക്കും. മാച്ച് അത് ഈനോജിനും യോക്കിയും തമ്മിലാണ്. അവർ 2 പേരുടെയും മാച്ച് അതെല്ലാവരും കാണാൻ ആകാംക്ഷയോട് കൂടെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോയും മെയ്റ്റ്സുകയും കാണിക്കും. അവരോടൊപ്പം ഹിമാവരിയും അവളുടെ ഫ്രണ്ട്സും ഉണ്ട്. അവരെല്ലാവരും ഇപ്പോ ഗ്രാമത്തിലേക്ക് വന്ന അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് ട്രെയിനിനടുത്തായി ഡോക്ടർ ആമഡായും അവനോടൊപ്പം പുതുതായി ഗ്രാമത്തിലേക്ക് വന്ന കുറച്ച് ആൾക്കാരും. ആമഡയുടെ സഹായത്താല് ഇപ്പോ അവരെല്ലാവരെയും ആ ട്രെയിനിൽ കയറ്റുകയാണ്. ട്രെയിനാണെങ്കിൽ പതിയെ മുൻപോട്ടേക്ക് മൂവ് ആവും. അത് കണ്ട മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർ 2 പേരും ആ ട്രെയിനിനെ ഫോളോ ചെയ്ത് പിന്നാലെ ഓടും. കട്ട് ചെയ്ത ഇവിടെ ഈനോജിൻ അവനാണെങ്കിൽ ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. ചോച്ചോ ആണെങ്കിൽ ഇനോജിനോട് ചോദിക്കും, നിന്റെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യുന്ന ആള് അത് നിന്റെ പപ്പയുടെ ടീമിലുള്ള ആളുകളല്ലേ? അത് നിന്റെ പപ്പയുടെ ടീമിലുള്ള ആളല്ലേ? അൻപു ബ്ലാക്ക് ഓപ്സിലെ ഒരു മെമ്പർ. അവനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിന്റെ പപ്പ പറഞ്ഞു തരോ? ഇനോജിനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ സ്കില്ലും ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഉപയോഗിച്ച് അവനെ ഞാൻ തോൽപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ആ ഹോക്കി ടീമും അവരും ഇപ്പൊ മത്സരത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹോക്കിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇനോജിനെ കുറിച്ചും അവന്റെ പവറുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഹോക്കിക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ മെയ്റ്റ്സുകയും ബൊറൂട്ടോയും അവർ 2 പേരും ഇപ്പൊ ആ ഒരു സ്ട്രേഞ്ചേഴ്സ് അവര് കയറിയ ആ ബോഗിയുടെ മുകളിലേക്ക് വരികയാണ്. അതേസമയം ഇവിടെ ഫസ്റ്റ് മാച്ച് അത് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇതാ ഇവിടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. സാറുടെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഈനോജിൻ ആണെങ്കിൽ ആദ്യം ഡോഗിനെ ഉപയോഗിച്ച് അവന്റെ ഓപ്പണന്റിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം മറ്റൊരു ക്രീച്ചർ. പക്ഷേ
ഇനോജിനെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ ഓപ്പണന്റ് അവനാണെങ്കിൽ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് അവിടെ മുഴുവൻ പില്ലർ പോലെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. ഇനോജിനാണെങ്കിൽ ഞാനിപ്പോൾ എവിടെയാണെന്ന് പോലും മനസ്സിലാവാതെ അവൻ വണ്ടർ അടിക്കുകയാണ്. ഓക്കെ ആണെങ്കിൽ ആ എർത്ത് സ്റ്റൈലിന്റെ ഇടയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സായി ആണെങ്കിൽ നറൂട്ടോട് പറയും ആക്ച്വലി അവന്റെ പ്രധാന എബിലിറ്റി എർത്ത് സ്റ്റൈൽ പവറാണ്. അതെങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അവൻ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഓപ്പോസിറ്റ് ഉള്ള ആളെ ഈസി ആയിട്ട് തോൽപ്പിക്കും. അതാണ് അവന്റെ പവർ. സായി ആണെങ്കിൽ അഭിമാനത്തോടു കൂടെ ഇപ്പോ അവന്റെ ടീമിനെ കുറിച്ച് ആലോചിക്കും. ആക്ച്വലി ഇവർ 3 പേരും അൻപോ ബ്ലാക്ക് ഓപ്സിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സായി പഠിപ്പിച്ചു കൊടുത്തു. ഒരുപാട് മിഷൻസ് അവരവരുടെ എബിലിറ്റിയും കഴിവൊക്കെ ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. കട്ട് ചെയ്ത ഇവിടെ ഇനോജിൻ അവൻ രണ്ടാമൊന്നും ആലോചിക്കാതെ ഒരു ബേർഡിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എർത്ത് സ്റ്റൈലിന് മുകളിലൂടെ വട്ടവിട്ട് പറക്കും. ഇനോജിൻ ആ ഹോക്കി അവനെ കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യേണ്ട താമസം ഹോക്കി ആണെങ്കിൽ ഒരു വലിയ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് ആ ഒരു ബേർഡിനെ തകർത്ത് കളയും. ആ ഒരു ബേർഡിനെ മുഴുവനായിട്ടും തകർത്ത് കളയും. പക്ഷേ ഇനോജിൻ അവൻ ഞൊടിയിടയിൽ അവന്റെ സൂപ്പർ ബീസ്റ്റ് സ്ക്രോള് അതുപയോഗിച്ച് അങ്ങനെ സേഫ് ആയിട്ട് സ്ഥലത്ത് ലാൻഡ് ചെയ്യും. പിന്നീട് ഓപ്പണന്റിന്റെ അവന്റെ കണ്ണിൽ പെടാതെ ഒരു ഭാഗത്ത് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഹോക്കി ആണെങ്കിൽ അവനെ അന്വേഷിച്ച് ആ ഒരു എർത്ത് സ്റ്റൈലിന്റെ ഇടയിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കും. ഇനോജിൻ അവന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. അവന്റെ കയ്യിൽ ഇനി അല്പം പവർ മാത്രമേ ബാക്കിയായിട്ട് അവശേഷിക്കുന്നുള്ളൂ. സോ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഓരോ സ്റ്റെപ്പും മുൻപോട്ടേക്ക് എടുത്തു വെക്കുമ്പോഴും. കട്ട് ചെയ്ത ഈനോ ആണെങ്കിൽ ടി വിയിൽ അവളുടെ മകന്റെ മാച്ച് കാണുകയാണ്. ഇവിടെ ഇനോജിന്റെ ഓപ്പണന്റ് അവനാണെങ്കിൽ നിലവിളിച്ചു പറയും ഇനോജിൻ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പവർ വളരെ കുറവാണെന്ന്. സോ മര്യാദയ്ക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ നീ തോൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. ഇനോജിനാണെങ്കിൽ ഇപ്പൊ അവന്റെ ശബ്ദം വരുന്ന ഭാഗം അത് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനുശേഷം അവന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ആ കോപിക്കും കാര്യം പിടികിട്ടും. മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു ആയിരിക്കും അടുത്തതായിട്ട് ഇനോജിന് യൂസ് ചെയ്യാൻ പോവുക എന്ന്. ഒക്കെ ആണെങ്കിൽ അവന്റെ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സു അതിൽ വീഴാതിരിക്കാനായിട്ട് ഉഷാറായിട്ട് ഓടി ഓടി വരും. അപ്പൊ ദൂരത്തായിട്ട് കുറച്ച് പെയിന്റിന്റെ അടയാളം കാണും. ഇനോജിൻ അവൻ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഹോക്കി അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് അവന്റെ നേർക്ക് വരും. അടുത്ത നിമിഷം ഇനോജിൻ മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് അവനെ ഞൊട്ടിയടയിൽ അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ഇക്കടേക്കും ചോദിക്കുവാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. നറൂട്ടോ ആണെങ്കിൽ ത്രിൽഡ് ആയിട്ട് അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ഹോക്കി അവന്റെ ബോഡിയിൽ നിന്ന് എന്തൊക്കെയോ ഡിസ്ചാർജ് ആയി അവനൊരു മോൺസ്റ്ററായി തീരുകയാണ്. ഞൊട്ടിയടയിൽ ആ ഒരു മോൺസ്റ്റർ ഇനോജിനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ ഔട്ട്സൈഡ് കാണിക്കും. അവിടെ ഹോക്കി ഒരു കത്തി ഉപയോഗിച്ച് ഇനോജിനെ അങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് മത്സരത്തിൽ ഇപ്പൊ ഹോക്കി ജയിച്ചു. ആണെങ്കിൽ ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് വരും. ആക്ച്വലി അൻപു ബ്ലാക്ക് ഓപ്സിന് നല്ല മെന്റൽ സ്ട്രെങ്ത് ആണ്. സോ അത്ര എളുപ്പത്തിൽ അവരെ ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തതാണെന്ന് പറയും. ഉടനെ ഹോക്കി ടീമാണെങ്കിൽ സായിയോട് നന്ദി പറയും. ഇനോജിനാണെങ്കിൽ സായിയോട് പറയും ഓ നിങ്ങൾ നിങ്ങളുടെ മകനെ കഴിഞ്ഞും നിങ്ങളുടെ ടീമിനെയാണല്ലേ വളർത്തിയത്. കുഴപ്പമില്ല ഞാനിത് ആക്സെപ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സെക്കൻഡ് മാച്ച് അത് സ്റ്റാർട്ട് ചെയ്യും. ഇവീനോയും വസാബിയും അവർ രണ്ടുപേരുമാണ് അടുത്ത ബാറ്റിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയും മീറ്റ്സുകയും കാണിക്കും. അവർ രണ്ടുപേരും ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ അവിടെ ആരെയും കാണാനില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ചുറ്റും നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.